കട്ടക്കോട് കൊറ്റംകുഴിയിൽ ഓട്ടോറിക്ഷ കുഴിയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതര പരിക്ക്. കട്ടക്കോട് കൊറ്റംകുഴിക്ക് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വീടിന് മുന്നിലെ കുഴിയിലേക്ക് മറിഞ്ഞ് അപകടം. ഓട്ടോ ഡ്രൈവറും യാത്രക്കാരായ 2 സ്ത്രീകളും ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് 3 മണിയോടെയായിരുന്നു അപകടം. കട്ടക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്നും നിയന്ത്രണം നഷ്ടമായ ഓട്ടോ സമീപത്തെ വീടിന് മുന്നിലായി ഉണ്ടായിരുന്ന കുഴിയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിന്റെ വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഓട്ടോയ്ക്കടിയിൽപ്പെട്ടവരെ പുറത്തെടുത്തു. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത് നമ്മുടെ സൗണ്ട് കേട്ടും കൊണ്ട് പെട്ടെന്ന് ഓടി വിളിയൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ മറിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ തന്നെ എല്ലാം ഓടി ഇങ്ങെത്തി. ഇവിടെ ചേട്ടയില്ല, പണ്ടിട്ട് ആ ചേട്ടൻ പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് ആദ്യം ഡ്രൈവറിനെ ഇങ്ങനെ തൂക്കിയെടുത്ത് അവിടെ നിന്ന് വലിച്ച് ഫ്രണ്ടിലൊന്നും. അപ്പോൾ അകത്തെല്ലാം ഇങ്ങനെ വിളിയായിരുന്നു. അപ്പം അവിടെ നിന്ന് 2 സ്ത്രീകളുണ്ടായിരുന്നു, അവരെ ഇങ്ങനെ എടുത്തു. അപ്പോൾ അതിൽ ഒരു അമ്മച്ചിക്കാണെങ്കിൽ ഇത്തിരി ഇവിടെ ഇങ്ങനെ കട്ടയ്ക്ക് കുറച്ചിങ്ങനെ മാംസം ഇങ്ങനെ ഇളകി പോയതായിട്ടാണോ എനിക്ക് തോന്നുന്നത്. കാരണം അല്പം ഇതുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത് 2 പേർക്കും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ മറ്റു ചേച്ചിക്കും കൂടെ ഉണ്ടായിരുന്ന ചേച്ചിക്ക് ഇങ്ങനെ ഇവിടെയാണെന്ന് തോന്നുന്നു നല്ല മുറിവുണ്ട്. ബ്ലഡ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് തന്നെ ഒരു വെള്ള തുണിയൊക്കെ എടുത്ത് കീറിയൊക്കെ കൊടുത്ത് 2 പേർക്കും തലയിലൊക്കെ വെച്ച് കെട്ടി. അല്ല ഡ്രൈവർ അങ്ങേരെ എങ്ങനെയാണെന്നും മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഉറങ്ങിയതാണോന്നൊന്നും അങ്ങനെ 3 പേർക്കും ബോധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നേ ഇങ്ങി വന്നിരിക്കുകയാണ്. അത്രയും ദൂരത്തിൽ നിന്ന് അവരിങ്ങനെ വണ്ടി ഓടിച്ച് വന്നതാണ്. എന്തായാലും സൈഡ് മാറി വരുമ്പോഴത്തേക്ക് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത്രയും ദൂരത്തിൽ നിന്ന് സൈഡ് മാറി ഇങ്ങി വരുമ്പോഴത്തേക്ക് സ്വബോധമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, അതായത് ഒന്നീ മദ്യപിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഉറങ്ങിയതാവാം, അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു മനുഷ്യനാണെങ്കിലേ ഇങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് വെച്ച് ഇത്രയും നല്ല സ്ഥലമുണ്ട്, നിരപ്പായ സ്ഥലമാണ്, അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു ബോധമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവർ ബ്രേക്ക് ചെയ്യും, ബ്രേക്ക് പിടിക്കും എന്തായാലും. ഇത് അവിടെ എല്ലാം കടന്നാണ് ഇങ്ങി വന്ന് വീണത്. അപകട കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. GTV ന്യൂസ്, കാട്ടാക്കട.